കോഴിക്കോടോ? ആർക്കും കേവല ഭൂരിപക്ഷമില്ലാത്ത കോഴിക്കോട് കോർപ്പറേഷനിൽ മേയർ, ഡെപ്യൂട്ടി മേയർ സ്ഥാനങ്ങളിലേക്ക് 3 മുന്നണികളും മത്സരിക്കും. LDFും UDFും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചെങ്കിലും NDAയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നീളുകയാണ്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് സിനോജ് തോമസ് ആണ് ചേരുന്നത്. സിനോജ്, O സദാശിവനാണ് LDFിന്റെ സ്ഥാനാർത്ഥി. കേവല ഭൂരിപക്ഷമില്ലാത്തത് കൊണ്ട് തന്നെ 3 മുന്നണികൾക്കും സ്ഥാനാർത്ഥികൾ ഉണ്ടല്ലോ, അല്ലേ? റോഷനി, അതായത് ചിലപ്പോൾ സർപ്രൈസുകൾ പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ LDFിന്റെ തന്നെ മേയറും ഡെപ്യൂട്ടി മേയറും കോഴിക്കോട് വീണ്ടും അധികാരത്തിൽ വരുന്ന സാധ്യതയാണ് കാണുന്നത്. അതായത് 76 അംഗ കൗൺസിലിൽ 35 സീറ്റുകളാണ് LDFിനുള്ളത്. അതായത് ഭൂരിപക്ഷം 3 മുന്നണിക്കും കേവല ഭൂരിപക്ഷം ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. UDFിനായിക്കോട്ടെ 28ഉം BJPക്ക് 13ഉമാണ് ഉള്ളത്. അതുകൊണ്ട് 3 മുന്നണികളും മേയർ സ്ഥാനത്തേക്ക്, ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കും. അതിൽ LDFും UDFും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതായത് LDFിന്റെ മേയർ സ്ഥാനാർത്ഥിയാണ് O സദാശിവൻ. അദ്ദേഹം 3ാം തവണയാണ് കൗൺസിലറായിട്ട് വരുന്നത്. തടമ്പാട്ട് താഴത്തു നിന്നാണ് ഇത്തവണ വിജയിച്ചിരിക്കുന്നത്. മുതിർന്ന CPMന്റെ നേതാവാണ്. ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് LDFിൽ നിന്ന് മത്സരിക്കുന്നത് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്തുണ്ടായിരുന്ന ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ S ജയശ്രീയാണ്. അങ്ങനെയാണ് അവരുടെ പാനലുള്ളത്. UDF ആണെങ്കിൽ SK അബൂബക്കർ, അദ്ദേഹമാണ് LDFിന്റെ മേയർ സ്ഥാനാർത്ഥിയായിരുന്ന മുസാഫർ അഹമ്മദിനെ മീഞ്ചന്ത വാർഡിൽ നിന്ന് പരാജയപ്പെടുത്തി. അതുകൊണ്ട് അദ്ദേഹത്തെയാണ് മേയർ സ്ഥാനാർത്ഥിയായിട്ട് കോൺഗ്രസ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ലീഗിന്റെ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ഫാത്തിമ തെഹ്ലിയാണ്. യൂത്ത് ലീഗിന്റെ യുവ നേതാവാണ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയാണ് ഫാത്തിമ തെഹ്ലിയ. അങ്ങനെ UDF മുന്നോട്ട് വയ്ക്കുന്നു. പക്ഷേ ഇനി അറിയേണ്ടത് BJP ആരൊക്കെ കളത്തിലിറക്കും എന്നതാണ്. അതായത് മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷ കാരപ്പറമ്പിൽ നിന്ന് നവ്യ ഹരിദാസ് 3ാം തവണയും വിജയിച്ചിട്ടുണ്ട്. നവ്യ ഹരിദാസിന്റെ പേര് ഉയർന്നു കേൾക്കുന്നുണ്ട്. ഒപ്പം തന്നെ നമ്പി നാരായണൻ, അദ്ദേഹം മുതിർന്ന നേതാവാണ്, 2ാം വട്ടം വിജയിച്ച ആളാണ്. അതോടൊപ്പം തന്നെ പൊറ്റമ്മൽ വാർഡ് CPMന്റെ കുത്തികയായിരുന്നു. പതിറ്റാണ്ടുകളായി CPM മാത്രം വിജയിച്ചൊരു വാർഡാണ്. അവിടെ വിജയം കൈവരിച്ച യുവ നേതാവ് റെനീഷിന്റെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ട്. ഏതായാലും മറ്റന്നാൾ കോർ കമ്മിറ്റി യോഗമുണ്ട്. അതിലായിരിക്കും BJP അവരുടെ മേയർ, ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ വേണ്ടി പോകുന്നത്. അതായത് 3 മുന്നണികൾക്കും കേവല ഭൂരിപക്ഷം ഇല്ലാത്തത് കൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് 2ാം റൗണ്ടിലേക്ക് പോകുന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ആദ്യത്തെ റൗണ്ടിൽ BJPയുടെ സ്ഥാനാർത്ഥികൾ പുറത്താക്കപ്പെടും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ 2ാം റൗണ്ടിൽ BJPയുടെ അംഗങ്ങൾ വോട്ട് ചെയ്യുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം. അങ്ങനെ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആർക്ക് വോട്ട് ചെയ്യും? ഇനി മനസാക്ഷി വോട്ട് ചെയ്തോ എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പല സർപ്രൈസുകളും പ്രതീക്ഷിക്കേണ്ടി വരും. ഫാത്തിമ തെഹ്ലിയ പറഞ്ഞത് ഏതെങ്കിലും കാരണവശാൽ 2ാം റൗണ്ടിൽ BJPയുടെ വോട്ടുകൾ ലഭിച്ചു കഴിഞ്ഞ് അങ്ങനെ ജയിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ രാജിവെക്കുമെന്നാണ് ഫാത്തിമ തെഹ്ലിയ പറഞ്ഞിരിക്കുന്നത്. അതായത് BJPയുടെ വോട്ടുകൾ വേണ്ട, പക്ഷേ മറ്റ് അസംതൃപ്തരുടെ, അതായത് LDFിൽ നിന്ന് ഏതെങ്കിലും വോട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് സ്വീകരിക്കാമെന്ന നിലപാടിൽ തന്നെയാണ് കോൺഗ്രസും ലീഗും ഉള്ളത്. ഏതായാലും 26ാം തീയതി നമുക്കറിയാം കോഴിക്കോടിന്റെ മേയർ ആരാകും, ഡെപ്യൂട്ടി മേയർ ആരാകുമെന്ന്. റോഷ്നി, ഓക്കെ, അപ്പൊ നമുക്ക് കോഴിക്കോട്ടെ മേയറെയും ഡെപ്യൂട്ടി മേയറെയും അറിയാൻ ഇനിയും കാത്തിരിക്കാം. സിനോജ് തോമസ് ആണ് അവിടുത്തെ സാഹചര്യം വിശദീകരിച്ചത്.